കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് തമിഴ് നടന്മാർ പിന്നെ ഒന്ന് അജിത്ത്, പിന്നെ വിജയ്, പിന്നെ സൂര്യ, പിന്നെ വിക്രം, ബൾറുണ്ട്, കാർത്തി ബൾറുണ്ട്. ഇവരുടെ എല്ലാം ഒരു കോമൺ ഫാക്ടറാണ്, ഇവരെല്ലാം നല്ല മനുഷ്യരാണ്. അജിത്ത് ഒരു നല്ല മനുഷ്യനാണ്, ഒരു റൂമേഴ്സൊന്നും കേൾക്കാത്ത ആളാണ്. വിജയാണെങ്കിൽ ഒരുപാട് നല്ലൊരു മനുഷ്യനാണ്. അയാളുടെ സിനിമകളെല്ലാം നല്ല കാണിക്കുന്നത്, നല്ല മനുഷ്യൻ തോന്നി. എൻ്റെ ഫാദറിനുള്ള വിജയന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സൂര്യ വളരെ പൊളൈറ്റുള്ള ആളാണ്, വളരെ വെൽ മാനേർഡ് ആളാണ്. സൂര്യ ജ്യോതിക പറഞ്ഞിട്ടുണ്ട്, സൂര്യ ജ്യോതികയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല ഇത്രയും നാളായിട്ടും. സൂര്യ വളരെ നല്ല മനുഷ്യനാണ്. സൂര്യയുടെ കാർത്തിയുടെ ഫാദർ നല്ല മനുഷ്യനായിരുന്നു. പിന്നെ വിക്രം ഒരുപാട് കഷ്ടപ്പെട്ട് ഡിറ്റർമിനേഷനിലൂടെയാണ് ഈ സ്ഥാനത്തെത്തിയത്. പക്ഷേ അയാൾ ലൈഫിൽ വളരെ ഹമ്പിളാണ്. ഇവരുടെ നല്ലൊരു അഭിനയത്തോടൊപ്പം തന്നെ ഇപ്പോൾ വിജയ് പറഞ്ഞ മാസ് പടങ്ങളാണ് ചെയ്യുന്നത്, ഒരേ ടൈപ്പ് പടമാണ്. പക്ഷേ ഇവരുടെ അഭിനയത്തോടൊപ്പം തന്നെ ഇവർ നല്ല മനസ്സിലായി ഉണ്ടാവാം കേരളത്തിൽ ഇവർക്ക് ഇത്രയും ഫാൻ ബേസ് വരാൻ കാരണം. ഇവരെല്ലാം സിനിമ പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ വരാറുണ്ട്. സൂര്യ നല്ലൊരു നടനായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് മാസ് പടങ്ങൾ മാത്രമേ മാറി ഇടയ്ക്കാം. ഇപ്പോൾ തിരിച്ച് വരുന്നുണ്ട്. ഇവരെല്ലാം ഒരു കോമൺ ഫാക്ടർ, സൂര്യ ആയാലും അജിത്ത് ആയാലും ഇവിടെ വിജയ് ആണെങ്കിലും കാർത്തി ആണെങ്കിലും വിക്രമാണെങ്കിലും ആരാണെങ്കിലും ഇവരെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം നല്ല പെരുമാറ്റവും നല്ല മനസ്സാണുള്ളത്. മെയിൻലി എല്ലാവരും ഉണ്ടാക്കുന്ന മാസ് പടങ്ങളാണ്, എന്നാലും ഒരുപാട് അവരുടെ ഫാൻസിലേഴ്സിൽ ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നല്ല സ്ട്രോങ് ഫാൻ ബേസാണ് കേരളത്തിൽ. നല്ല നടന്മാരൊക്കെയാണ്, സ്റ്റാർഡമാണ് കൂടുതൽ. അതിനൊപ്പം തന്നെ നല്ല പെരുമാറ്റവും നല്ലൊരു മനസ്സാണ് അവർക്കുള്ളത്. വിക്രമായാലും വിജയ് ആയാലും അജിത്ത് ആയാലും കാർത്തി ആയാലും സൂര്യ ആയാലും. സൂര്യയെക്കുറിച്ചുള്ള വളരെ നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക്. സൂര്യയുടെ വളരെ പൊളൈറ്റായിട്ട് വളരെ വെൽ മാനേർഡായിട്ട് സംസാരിക്കുന്നത്. സൂര്യയെക്കുറിച്ച് ജ്യോതിക നല്ല അഭിപ്രായമാണ്. എന്നാൽ സൂര്യയും ജ്യോതിക അവാർഡ് വാങ്ങിക്കുന്നതെല്ലാം കണ്ടു. അതുകൊണ്ട് ഇവനിപ്പോൾ സീനിയർ ആർട്ടിസ്റ്റ് അടുത്ത് രജനീകാന്തും നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് അയാളുടെ കൂടെ വന്ന ആൾക്കാർ സിനിമയിൽ ഒന്നും ആവാത്തവരെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രജനീകാന്തും വളരെ നല്ലൊരു മനുഷ്യനാണ്. മലയാളി സൂപ്പർ സ്റ്റാരങ്ങൾ തമിഴ് സൂപ്പർ സ്റ്റാരങ്ങൾ കണ്ടു പഠിക്കട്ടെ എന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.